വെല്ലുവിളികൾ നേരിട്ടതായിരുന്നു കേസ് അന്വേഷണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി മുഖവിലേക്ക് എടുക്കുകയും കോടതി തന്നെ സമാന്തരമായി ആ കേസ് ഡയറി നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും സാക്ഷിമൊഴികളെല്ലാം കോടതി അതിൻ്റെതായ മെറിറ്റിൽ കൺസിഡർ ചെയ്യുകയും ചെയ്ത ഒരു കേസാണിത്. തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഡിജിറ്റൽ എവിഡൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നിരത്തിയത്. കോടതി പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്തിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ നമുക്കെതിരെയുള്ള തെളിവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ കുട്ടിയും അയാൾക്കെതിരെയുള്ള തെളിവുകൾ അയാളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അയാളുടെ മൊബൈലിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ആ മൊബൈലിൽ തന്നെയാണ് നമുക്കിപ്പോൾ ആ എവിഡൻസ് തന്നെയാണ് കോടതി കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് മാക്സിമം പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ ഏത് ഘട്ടമായിരുന്നു വെല്ലുവിളി? അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഈ കേസ് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ട്രയൽ ചെയ്യുക. കാരണം ഇതിന് ജുഡിഷ്യൽ ഇഷ്യൂ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഏറ്റവും വെല്ലുവിളിയായിരുന്നത്. പക്ഷേ നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവ് കിട്ടി. കേരളത്തിൽ നിന്ന് ആ കുട്ടി വിളിച്ചു വരുത്തിയാണ് ഈ പയ്യനെ കൊലപ്പെടുത്തിയെന്നുള്ള തെളിവ് നമുക്ക് കിട്ടി. അത് തന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായിട്ട് ഞാൻ കാണുന്നത്.